ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡ്രീം പി എസ് സിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂക്കാർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുകയല്ലേ എൽ പി യു പിയുടെ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് 4ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒരു സ്കൂൾ ടെക്സ്റ്റാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. എന്തായാലും വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കേ. 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ആശയമാണ് നാലക്ക സംഖ്യകൾ എന്ന ഒരു ആശയം. കുട്ടികൾക്ക് ഒരു നിശ്ചിത സംഖ്യയിൽ നിന്ന് തുടങ്ങി തുടർച്ചയായി എഴുതുന്നു, അതായത് ഒരു 10,000 വരെ എഴുതാൻ വേണ്ടിയിട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രാപ്തരാകുന്നുണ്ട്. നാലക്ക സംഖ്യയിൽ എഴുതുകയും വായിക്കുകയും ചെയ്യാൻ കഴിയുന്നുണ്ട്. നാലക്ക സംഖ്യയിൽ സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നാലക്ക സംഖ്യകളുടെ സ്ഥാനവിലകൾക്കനുസരിച്ച് അവ പിരിച്ചെഴുതാനും വികസിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. നാലക്ക സംഖ്യകൾ താരതമ്യം ചെയ്യുന്നതിനുള്ള രീതി വിശദീകരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. കൂടാതെ നിശ്ചിത എണ്ണം അക്കങ്ങൾ ആവർത്തിച്ചും അല്ലാതെയും എഴുതാവുന്ന സംഖ്യകൾ എഴുതുന്നുണ്ട്. സംഖ്യാശ്രേണിയുടെ യുക്തി കണ്ടെത്തി വിശദീകരിക്കുന്നുണ്ട്. നാലക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 4ാം ക്ലാസ്സിലെ ഒരു കുട്ടി പ്രാപ്തനാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പഠന നേട്ടം എന്ന് പറയുന്നത്. അടുത്തത് 4ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും സമയചക്രം എന്ന ചാപ്റ്ററാണ്. അതിൽ നിന്നും കിട്ടുന്നതാണ് മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ ഇവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാനായിട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. കൂടാതെ ക്ലോക്ക്, വാച്ച് എന്നിവ നോക്കി സമയം കണക്കാക്കാൻ അവർക്ക് സാധിക്കും. 24 മണിക്കൂർ ക്ലോക്കിൽ നൽകിയ സമയത്തെ 12 മണിക്കൂർ ക്ലോക്കിലേക്കും തിരിച്ചും മാറ്റി പറയാൻ കഴിയുന്നുണ്ട്. സമയത്തെ AM, PM ഇവ ഉപയോഗിച്ച് പറയാൻ കഴിയുന്നുണ്ട്. സമയവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയും. കൂടാതെ സമയദൈർഘ്യം ഊഹിച്ച് പറയാനും സമയവിവര പട്ടിക അപഗ്രഥിച്ച് നിഗമനത്തിലെത്താനും സാധിക്കുന്നു. കൂടാതെ ഇംഗ്ലീഷ് മാസ തീയതികൾ ദിവസം, മാസം, വർഷം എന്ന രീതിയിൽ രേഖപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. കലണ്ടർ നോക്കി ഇംഗ്ലീഷ് മാസ തീയതികൾക്കൊപ്പം ശകവർഷം, കൊല്ലവർഷം, ഹിജ്റ വർഷം തീയതികൾ എന്നിവ കണ്ടെത്താൻ അവർക്ക് കഴിയും. സമയരേഖ തയ്യാറാക്കാനും ഈ ചാപ്റ്റർ വഴി അവർക്ക് സഹായിക്കുന്നുണ്ട്. ഇതാണ് 2ാമത്തെ ചാപ്റ്ററിലെ പഠന നേട്ടം എന്ന് പറയുന്നത്. 3ാമത്തെ ചാപ്റ്റർ പറയുന്നത് ആയിരങ്ങൾ ചേരുമ്പോഴാണ്. അതിനകത്ത് പറയുന്നത് സങ്കലന ക്രിയകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പ്രശ്ന പരിഹരണ രീതികൾ വിശദീകരിക്കുന്നു. ക്രിയാഫലം മനക്കണക്കായി പറയുന്നു. പ്രശ്ന പരിഹരണത്തിൻ്റെ ഭാഗമായി ദത്തങ്ങളെ പട്ടികപ്പെടുത്തുന്നു. സംഖ്യാശ്രേണികളുടെ യുക്തി വിശദീകരിക്കുന്നു. ക്രിയാഫലങ്ങൾ മതിച്ചു പറയുന്നു. ഇത്രയാണ് ആ 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ആയിരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് ആ ചാപ്റ്റർ പോകുന്നത്. അടുത്ത 4ാമത്തെ ചാപ്റ്ററാണ് കൂടുതലും കുറവും. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ വ്യവകലന ക്രിയകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. പ്രശ്ന പരിഹരണ രീതികൾ വിശദീകരിക്കുന്നുണ്ട്. ക്രിയാഫലങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു മാർഗം ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രശ്ന പരിഹരണത്തിൻ്റെ ഭാഗമായി ദത്തങ്ങളെ പട്ടികപ്പെടുത്തുന്നുണ്ട്. പിന്നെ ക്രിയാഫലം മനക്കണക്കാക്കി പറയുന്നു. ഇപ്പം ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മനക്കണക്ക് എങ്ങനെയാണ് കുട്ടികളിൽ എത്തിക്കുന്നതെന്ന്. അപ്പോൾ അത് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോക്കി കേൾക്കണേ. അടുത്തത് സംഖ്യാശ്രേണിയുടെ യുക്തി സമർത്ഥിക്കുന്നു. ക്രിയാഫലങ്ങൾ മതിച്ചു പറയുന്നു. അതാണ് ഈ കൂടുതലും കുറവ് എന്ന ചാപ്റ്ററിൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പഠന നേട്ടമാണ് ഇപ്പം ഇത്രയും പറഞ്ഞത്. അടുത്ത 5ാമത്തെ ചാപ്റ്ററാണ് രൂപങ്ങൾ വരയ്ക്കാം. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ചുറ്റുപാടുകളിൽ നിന്നും കുട്ടികളെ ചതുരം, ത്രികോണം, വട്ടം എന്നീ രൂപങ്ങൾ വേർതിരിച്ചറിയുന്നു. വട്ടത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നു. നിശ്ചിത അളവിലല്ലാത്ത ചതുരവും ത്രികോണവും വരയ്ക്കുന്നു. ത്രികോണം, ചതുരം, സമചതുരം എന്നിവയുടെ ചുറ്റളവ് കൃത്യതയോടെ കണക്കാക്കുന്നതിനുള്ള രീതി വിശദീകരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ഒരു കുട്ടി അത് തെറ്റിച്ച് വരച്ചാൽ എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവരെ ബോർഡേ വരപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് പോകണം. ഇതിപ്പം ഞാൻ പഠന നേട്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഈ ചാപ്റ്ററിൽ പറയുന്നതെന്ന് വെച്ചാൽ ചതുരത്തിൻ്റെ ചുറ്റളവ് കുട്ടി ഊഹിച്ചു പറയുന്നു.
പിന്നെ ഒരേ ചുറ്റളവിൽ വ്യത്യസ്ത നീളവും വീതിയുമുള്ള ചതുരങ്ങളുടെ അളവുകൾ കണ്ടെത്തി വിശദീകരിക്കുന്നു. ചുറ്റുപാടുമുള്ള ജ്യാമിതീയ പാറ്റേണുകൾ കണ്ടെത്തുന്നു. ജ്യാമിതീയ രൂപങ്ങൾ ഭംഗിയായി വരയ്ക്കുന്നു. ത്രിമാന രൂപങ്ങൾ ആകൃതിക്കനുസരിച്ച് തരം തിരിച്ച് വരയ്ക്കാൻ കുട്ടികൾക്ക് കഴിയുന്നു. അപ്പോൾ ഇത് ഇത്രയാണ് ആ രൂപങ്ങൾ വരയ്ക്കാം എന്ന ചാപ്റ്ററിൽ കുട്ടിക്കുണ്ടാകുന്ന പഠന നേട്ടം. വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ നോട്ട്സ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അടുത്ത ചാപ്റ്ററാണ് കൂട്ടാതെ കൂട്ടാം. ഒരു നിശ്ചിത സംഖ്യയിൽ നിന്ന് തുടങ്ങി 10,000 വരെ തുടർച്ചയായി എഴുതുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. കൂടാതെ ഗുണനക്രിയകൾ ഉപയോഗപ്പെടുത്തി ഒരു പ്രശ്ന പരിഹരണം നടത്തുന്നു. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിന് അനുയോജ്യമായ മാർഗം കണ്ടെത്തുകയും അവ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 10, 100 ഇവ കൊണ്ട് ഗുണിക്കുന്നതിനുള്ള എളുപ്പവഴി ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ 10, 100 കൊണ്ടുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ചിലപ്പം ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ അങ്ങനെ ചോദിക്കും അതിനുള്ള എളുപ്പവഴി എന്താണെന്ന്. വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് 1ൻ്റെയും 10ൻ്റെയും സ്ഥാനത്ത് 0 വരുന്ന സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്നതിനുള്ള എളുപ്പവഴികൾ വിശദീകരിക്കുന്നു. സംഖ്യാബന്ധങ്ങൾ കണ്ടെത്തി നിഗമനങ്ങൾ രൂപീകരിക്കുന്നു. ഒരു സംഖ്യാശ്രേണിയുടെ തുടർച്ച കണ്ടെത്തി യുക്തി വിശദീകരിക്കുന്നു. പുതിയ സംഖ്യാശ്രേണികൾ രൂപീകരിക്കാൻ കുട്ടികൾ പ്രാപ്തരാകുന്നുണ്ട്. കൂടാതെ ക്രിയാഫലങ്ങൾ മതിച്ചു പറയുന്നുണ്ട് കുട്ടികൾ. പിന്നീട് ക്രിയാഫലങ്ങൾ മനക്കണക്കായി പറയുന്നുണ്ട്. ഇവിടെയും മനക്കണക്ക് വരുന്നുണ്ട്. അപ്പം 4ാം ക്ലാസ്സിലാണ് ഈ മനക്കണക്ക് എന്നൊരു ആശയം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പം ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്നത്. അടുത്ത ചാപ്റ്ററാണ് തുല്യമായതും ബാക്കി വന്നതും. അതിലെന്ന് വെച്ചാൽ ഹരണത്തെയാണ് പറയുന്നത്. ഹരണക്രിയകൾ ഉപയോഗപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഹരണക്രിയകൾ ഉപയോഗപ്പെടുത്തേണ്ട വ്യത്യസ്ത സന്ദർഭങ്ങൾ വിശദീകരിക്കാനും ഹരണക്രിയ ചെയ്യുന്നതിന് വ്യത്യസ്ത മാർഗങ്ങൾ കണ്ടെത്താനും ഹരണക്രിയയുമായി ബന്ധപ്പെട്ട സംഖ്യാബന്ധങ്ങൾ കണ്ടെത്തി നിഗമനങ്ങൾ രൂപീകരിക്കാനും ഹരണക്രിയ ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതി കണ്ടെത്തി വിശദീകരിക്കുന്നുണ്ട്. അത് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഹരണക്രിയ എങ്ങനെയാണ് അത് കറക്റ്റാണോ ആൻസർ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണേ. ഒരു സംഖ്യാ പാറ്റേണിൻ്റെ തുടർച്ച കണ്ടെത്തി യുക്തി വിശദീകരിക്കുന്നു. അപ്പം ഇത്രയാണ് ആ തുല്യമായതും ബാക്കി വന്നത് എന്ന ചാപ്റ്ററിൽ കുട്ടിക്ക് നേടേണ്ട പഠന നേട്ടം. അടുത്ത ചാപ്റ്റർ പറയുന്നത് 2-1 4-1 എന്ന ആശയത്തെക്കുറിച്ചാണ്. അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം വസ്തുക്കളെ പകുതിയാക്കുന്ന രീതിയാണ് ഈ ചാപ്റ്ററിലൂടെ വിശദീകരിക്കുന്നത്. നിശ്ചിത രൂപങ്ങളെ പകുതിയാക്കുന്നു, അവയുടെ രീതി വിശദീകരിക്കുന്നു. അതായത് 2-1 ഭാഗം തിരിച്ചറിയുന്നു, 2-1 ഭാഗിക്കുന്നു. ഒരു ചതുരത്തെ വ്യത്യസ്ത രീതിയിൽ 2-1 ഭാഗിക്കാം എന്നൊരാശയം ലഭിക്കുന്നുണ്ട്. കൂടാതെ 2-1 ഭാഗിക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അവയുടെ രീതി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ വിവിധ രൂപങ്ങളെ 4-1 ഭാഗിക്കുന്നുണ്ട്. വിവിധ രൂപങ്ങളെ ഭാഗിച്ചതിൽ നിന്നും 2-1, 4-1, 4-3 എന്നിവ കണ്ടെത്തുകയും അവയുടെ യുക്തി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിലൂടെ. അപ്പോൾ കുട്ടികൾക്ക് 2-1, 4-1 എന്നൊരാശയം ലഭ്യമാകുന്നത് ഈ ചാപ്റ്ററിലൂടെയാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ആശയം ലഭ്യമാകുന്ന പാഠം ആണ് 2-1, 4-1. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ചിലപ്പം എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. അടുത്ത ചാപ്റ്ററാണ് നീളവും ഭാരവും. അതിൽ പറയുന്നത് നീളത്തിൻ്റെ യൂണിറ്റുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിശദീകരിക്കുകയും ചെറിയ അളവ് സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും അളക്കുക, നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളിൽ ഒന്നായ കിലോമീറ്ററിനെ അതിൽ ചെറിയ യൂണിറ്റുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുക. അതായത് കിലോമീറ്ററിനെ മീറ്ററുമായിട്ട് ബന്ധിപ്പിക്കുക, അതാണ് ഈ ചാപ്റ്ററിൽ. കൂടാതെ നീളത്തിൻ്റെ അളവുകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഭാരത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിശദീകരിക്കുന്നു. അതായത് കിൻഡൽ, ടണ്ണ്, അങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ യൂണിറ്റ് ഉണ്ടല്ലോ, അവ തമ്മിലുള്ള ഒരു റിലേഷൻ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നത് ഈ ചാപ്റ്ററിലൂടെയാണ്. ഭാരവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അതായത് അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഓരോരുത്തരുടെ ഭാരം ചെക്ക് ചെയ്യുക, അതിൽ ശരാശരി കാണുക, അങ്ങനെയുള്ള ആശയങ്ങൾ. അതായത് നമ്മുടെ കുട്ടികളുടെ ബുക്ക് തന്നെ സ്കെയിൽ വെച്ചിട്ട് അളന്ന് അതിൻ്റെ നീളം കണ്ടെത്തുക, ടെക്സ്റ്റിൻ്റെ നീളം കണ്ടെത്തുക, രണ്ടും സെയിം ആണോ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് ഇൻ്റർവ്യൂ ബോർഡിൽ പറയാവുന്നതാണ്.
അടുത്ത ചാപ്റ്റർ 10,000-നും അപ്പുറം, അതായത് 10,000-ത്തെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഈ ചാപ്റ്ററിലൂടെയാണ് കേട്ടോ. 10,000-നും അപ്പുറം 1000-ൻ്റെയും 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും കൂട്ടങ്ങൾ ചേർന്ന് അഞ്ചക്ക സംഖ്യകൾ രൂപീകരിക്കുന്നു. അപ്പോൾ അഞ്ചക്ക സംഖ്യകളെന്ന ആശയം കുട്ടികൾക്ക് 4-ാം ക്ലാസ്സിലാണ് ലഭിക്കുന്നത്. അഞ്ചക്ക സംഖ്യകളെ സന്ദർഭം അനുസരിച്ച് വ്യാഖ്യാനിക്കാനും പ്രശ്നപരിഹരണം നടത്താനും കുട്ടികൾക്ക് കഴിയുന്നു. അഞ്ചക്ക സംഖ്യകളെ സ്ഥാനവിലയ്ക്കനുസരിച്ച് പിരിച്ചെഴുതാൻ പഠിക്കുന്നുണ്ട്. അഞ്ചക്ക സംഖ്യകളിൽ ചെറുതേത് വലുതേത് എന്ന് കണ്ടെത്തുന്ന രീതി വിശദീകരിക്കുന്നുണ്ട്. അഞ്ചക്ക സംഖ്യകളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നുണ്ട്. അഞ്ചക്ക സംഖ്യകളെ അക്കത്തിലും അക്ഷരത്തിലും എഴുതുന്നുണ്ട്. പാറ്റേണുകളിലെ സംഖ്യാബന്ധം കണ്ടെത്തി പാറ്റേൺ പൂർത്തിയാക്കുന്നുണ്ട്. യുക്തി വിശദീകരിക്കുന്നുണ്ട്. അഞ്ചക്ക സംഖ്യകളെ ക്രമീകരിച്ച് പ്രശ്നപരിഹരണം നടത്തുന്നുണ്ട്. അപ്പോൾ അഞ്ചക്ക സംഖ്യകൾ ഉപയോഗിച്ചൊരു പ്രശ്നപരിഹരണം നടത്താൻ കുട്ടി പ്രാപ്തനാകുന്നത് ഈ 4-ാം ക്ലാസ്സിലാണ്. അഞ്ചക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവയുടെ രീതി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് 4-ാം ക്ലാസ്സിൽ. അപ്പം 4-ാം ക്ലാസ്സിൽ അഞ്ചക്ക സംഖ്യ എന്ന ആശയം കുട്ടി നേടുന്നുണ്ട്.